ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്നും കലാഭവൻ സരിക വിട പറഞ്ഞിരിക്കുന്നു. വളരെ ഫ്രണ്ട്ലി ടോക്കായിരുന്നു. ലാലേട്ടൻ അങ്ങനെ ഒരു പണി വെക്കും എന്ന് സ്വപ്നത്തിൽ പോലും പ്രേക്ഷകരാരും വിശ്വസിച്ചിരുന്നില്ല. സരിക പോകും എന്നുള്ളത് അറിയാമായിരുന്നു. എങ്കിൽ പോലും എവിക്ഷനിൽ വന്നു നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ചങ്കിടിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരോടും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ഓരോരുത്തരെ സേഫാക്കി അങ്ങനെ അവസാനം രണ്ടുപേരിലേക്ക് എത്തി. അവരുടെയും പ്രഷർ ഒന്ന് കൂട്ടിയിട്ട് അതിൽ നിന്നും ഒരാളിനെ വിളിക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിനിടയിൽ അപ്രതീക്ഷിതമായി സ്റ്റോർ റൂമിലേക്ക് അയക്കുന്നു. അവിടെ നിന്നും താനൊരു ഫയൽ എടുക്കുന്നു. പക്ഷെ തന്റെ മുമ്പിൽ വാതിൽ തുറക്കുന്നില്ല. അപ്പോഴേ സരികയ്ക്ക് അപകടം മണത്തു. പിറകിലുള്ള വാതിൽ തുറക്കുന്നു. അവിടെ നിന്ന് ഒരാൾ വന്ന് കണ്ണു കെട്ടുന്നു. പിന്നീട് ഉള്ളിലേക്ക് പോകുന്നു. പിന്നെ നാം ശാരികയെ കാണുന്നത് ലാലേട്ടന്റെ ഒപ്പമാണ്. ഇത്രയും കാലം കലാഭവൻ സരിക എന്ന പേരിൽ ഒരു 10% പേരായിരുന്നു തന്നെ അറിഞ്ഞിരുന്നതെങ്കിൽ കഴിഞ്ഞ 20 ദിവസം കൊണ്ട് 10% എന്നുള്ളതിൽ നിന്നും 20%എങ്കിലും മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ബിഗ് ബോസ് കാരണം താൻ എത്തിച്ചേർന്നു എന്നുള്ള വലിയ സന്തോഷത്തോടെ ലാലേട്ടന്റെ അരികിൽ നിന്നും താൻ മടങ്ങി പോവുകയാണ്. കലാഭവൻ സരിക വിട പറയുന്നത് അക്ബറിന്റെയും അപ്പാനിയുടെയും രണ ഫാത്തിമയുടെയും ഒക്കെ ഗ്രൂപ്പിന് അതൊരു വലിയ ആഘാതമായിരിക്കും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. എന്നാൽ എപ്പിസോഡിന്റെ അവസാനം കാണുവാൻ സാധിച്ചത് ആഘാതമുണ്ടായില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ കൂട്ടത്തിലെ അവിഭാജ്യ ഘടകമായിരുന്ന ഒരാൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വിട പറഞ്ഞിട്ട് അതിന്റെ യാതൊരു തരത്തിലുള്ള ഭാവപകർച്ചകളും ആ ഗ്രൂപ്പിൽ ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് ശൈത്യയും സരികയും കൂടി സംസാരിക്കുന്നു. അതെ, ഇന്ന് വൈകിട്ട് തന്നെ ആ ഗ്രൂപ്പിൽ ചർച്ചയുണ്ടായിരുന്നു, സരികയായിരിക്കും പുറത്തു പോകുന്നതെന്ന്. അനുമോൾ അത് തന്റെ മുഖത്ത് നോക്കി തുറന്നു പറയുകയും ചെയ്തു. അതിനെ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുവാൻ സരികയ്ക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ആ വാക്ക് അറം പറ്റുന്ന വാക്കായി പോയി. സരികയുടെ മുൻപിൽ തന്നെ പുറത്തേക്കുള്ള വാതിൽ തുറന്നു. പക്ഷെ സരിക പോകും എന്നുള്ളത് ഏകദേശം ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ഉറപ്പായിരുന്നു. സരിക സങ്കടപ്പെടേണ്ടെന്ന് കണ്ട് പലരും പറയാതിരുന്നതാണ്. അവസാന നിമിഷത്തിൽ രണയത് തുറന്നു പറഞ്ഞെങ്കിലും മുന്നമേ കൂട്ടി അപ്പാനി ശരത്ത് പറഞ്ഞിരുന്നു, ചേച്ചി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ പോയി രേഷ്മയെ ഒന്ന് കണ്ടേക്കണമെന്ന്. അത് ലാലേട്ടൻ പറയുകയും ചെയ്തു. അനുവും ശൈത്യയും കൂടി അതേപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കേട്ടു. ഇത്രയൊക്കെ ഉള്ളൂ ഗ്രൂപ്പുകളിൽ. എന്തിനു വേണ്ടിയാണ് BB ഹൗസിനുള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? ഓരോരുത്തരുടെയും സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അവരെക്കുറിച്ച് അതിനകത്ത് നുണ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അക്ബർ, അപ്പാനി, ആര്യൻ ഇവരൊക്കെയാണ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാർ. എന്തിനായിരുന്നു ഈ ഗ്രൂപ്പ്? അവരവരുടെ നിലനിൽപ്പ്. പരസ്പരം നോമിനേറ്റ് ചെയ്യുവാൻ പാടില്ല. തെറ്റുകൾ കണ്ടാൽ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും വരും. എതിരാളിയെ കടന്നാക്രമിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഗ്രൂപ്പിൽ മുൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഒരുമിച്ച് അവരുടെ നെഞ്ചത്തേക്ക് കയറുക. അവർ വീണു എന്ന് ഉറപ്പുവരുത്തുന്ന സമയം വരെയും ഒരുമിച്ച് നിന്നുകൊണ്ട് വട്ടം നിന്ന് ആക്രമിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ. ഇപ്പോൾ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഗ്രൂപ്പിൽ ആർക്കും സങ്കടമില്ല. കൂട്ടത്തിൽ ഒരാൾ വിട്ടുപോയി എന്നുള്ളതിന്റെ ഒരു ഫീലിംഗും ആർക്കും ഇല്ല എന്ന് അവിടെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇവരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു വെച്ചത്, ഞാനിവിടെ ഞാനായിട്ട് തന്നെ നിൽക്കും, ഒരിക്കലും മറ്റൊരു വ്യക്തിയാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് ഇവരുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇവർ ലോകത്തെ തുറന്നു കാണിക്കുന്നതെന്നാണ്. അത് ശരിയാണെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരാണിവർ. ലാലേട്ടൻ അവസാനം ലോകത്തോട് മാപ്പ് പറയുകയാണ്. ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ ഈ സീസണിൽ തെരഞ്ഞെടുത്തു വെച്ചതിന് നിങ്ങൾ ക്ഷമിക്കണം. എന്തെല്ലാം തെറികളാണ്, എന്തെല്ലാം അശ്ലീല പദപ്രയോഗങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള മോശം ആംഗ്യ വിക്ഷേപങ്ങളാണ്. ഇതെല്ലാം മലയാളി കാണുകയും സഹിക്കുകയും ചെയ്യേണ്ട ഗതികേട്. അതുകൊണ്ട് ഈ ആൾക്കാർക്ക് വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് ലാലേട്ടൻ ലോകത്തോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഒരു ശുദ്ധികലശത്തിൻ്റെതായിരുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതിനു ശേഷം പ്രേക്ഷക അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും അവർ പഴയതുപോലെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ പോലെ അധമരായ വ്യക്തികൾ ഇല്ല എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു വെക്കാൻ കഴിയും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.